സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡാമ്പിംഗ് എന്താണെന്ന് കൂടി മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്വിങ്ങിന് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇത് മെയിൻ പൊസിഷൻ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഓസിലേറ്റ് ചെയ്യുന്നു. അത് വീണ്ടും ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു എക്സ്. ഈ ഒരു നമ്മൾ ഈ ഒരു സ്റ്റഡീസിൽ പറഞ്ഞു ദ ഫോഴ്സ് ഈസ് directly proportional to the displacement and it is directed towards the equilibrium position. Okay, അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം. അതിനൊരു മൈനസ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് എം ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഈക്വൽ ടു കൊടുക്കേണ്ട ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കൊടുത്താൽ മതി. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഇതിന് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റി നമുക്ക് സി എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു minus c by m x, then d square x divided by dt square plus c by m x equal to 0. ഇനി c by m നെയാണ് നമ്മൾ ഒമേഗ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്തത്. ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, നിങ്ങൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഹിയർ ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി displacement. This F is the restoring force. That is the restoring force acting on the particle. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്വിങ്ങിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനകത്ത് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നു, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഓസിലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പീരിയോഡിക് വേവിൻ്റെ കൺസെപ്റ്റ് ആണെന്ന് എടുക്കുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നു. അവിടെ മെയിൻ പൊസിഷനിൽ കൂടി പാസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം അത് റിപ്പീറ്റിംഗ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു കേസിൽ നമ്മൾ കംപ്ലീറ്റ്ലി വി അവോയ്ഡ് ദ എഫക്റ്റ് ഓഫ് ദി എനി ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ. ഈ ഒരു പാർട്ടിക്കിളിൽ നമ്മൾ ഇതിനകത്ത് സംഭവിക്കാവുന്ന മാക്സിമം എല്ലാ ഫ്രിക്ഷണൽ ഫോഴ്സും അവോയ്ഡ് ചെയ്ത് ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സസിൻ്റെ ഒക്കെ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായും ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഇവിടുന്ന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യുന്നു, ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യുന്നു. പിന്നെ സ്വാഭാവികമായും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് അത് പതുക്കെ അതിൻ്റെ മെയിൻ പൊസിഷനിൽ വന്ന് നിൽക്കും. ഓക്കെ, അതായത് അവിടെ അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്നു. അതിനെ നമുക്ക് ഡാമ്പിംഗ് എന്ന് വിളിക്കാം. അതായത് അതിൻ്റെ എനർജി കുറഞ്ഞ് വരുന്നു. ദർ ആർ മെനി ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദി ഡാമ്പിംഗ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഓർ ഡാമ്പിംഗ് ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ഹിയർ വി ഇൻക്ലൂഡ് ദ എഫക്റ്റ് ഓഫ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഇതിപ്പോൾ സപ്പോസ് നമ്മൾ ഒരു എയർ ഒന്നുമില്ല, ഒരു വാക്യൂം കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് അതേ ആംപ്ലിറ്റ്യൂഡ് തന്നെ ഓസിലേറ്റ് ചെയ്തോളൂ. സ്വാഭാവികമായും ഒരു വാക്വത്തിലല്ലാതെ ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ്, എയർ ആകാം, ഓയിലാകാം, ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ ഇത് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ ഡാമ്പിംഗ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ വി ക്യാൻ റൈറ്റ് ദ ഫോഴ്സ്. Our force is proportional to the velocity of the particles. Okay, at ordinary velocities the damping force is found to be proportional to the velocity of the particles. Due to this influence of the frictional force associated with the environmental conditions of the particles, here the amplitude of the oscillations gradually decreases. So this damping effect is obviously depends upon the velocity of the particles. So we can write this is we can remove the proportionality constant by gamma v.
Okay, so we can write this is gamma into dx by dt. Gamma എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്, or it is called the damping coefficient. Damping coefficient of the medium. Okay, this is also the resistive force. നമുക്ക് ഇതിനും ഒരു മൈനസ് സൈൻ കൊടുക്കാം. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. സോ this is equal to, we can write f that is equal to minus gamma v, or we can write this is dv by dt plus gamma by m into v equal to 0. F is equal to ma ആണ്, that is m dv by dt നമ്മൾ റീപ്ലേസ് ചെയ്തു. പിന്നെ പഴയതുപോലെ തന്നെ ഒന്ന് ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ്. നമുക്ക് ഇതിനെ ഒരു കോൺസ്റ്റൻ്റ് വെച്ചൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് പുതിയ പേജിൽ എഴുതാം. ദാറ്റ് ഈസ് this is equal to dv by dt plus gamma by m into v equal to 0, or dv by dt, this is equal to v by tau equal to 0, where tau equal to m by gamma. tau വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. tau എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ദ ടൈം. ടൈമിൻ്റെ ഡയമെൻഷനാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് റിലാക്സേഷൻ എന്ന് പറയാം. റിലാക്സേഷൻ ടൈം. എന്തുകൊണ്ടാണ് അതിന് ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് ടൈമിൻ്റെ ഡയമെൻഷൻ ആണോ ഉള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദറ്റ് ഈസ് tau ഈസ് ഈക്വൽ ടു m ബൈ ഗാമ എന്നറിയാം. ഇനി ഗാമ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, നമുക്ക് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ഇൻറ്റു വി. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ദാറ്റ് ഈസ് ഗാമ ഈക്വൽ ടു എഫ് ബൈ വി. ഓക്കെ, സോ നമുക്കൊന്ന് എഴുതാം എം ഇൻറ്റു എഫ് ബൈ വി. എമ്മിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് നമുക്കൊന്ന് ഡയമെൻഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. m kg അല്ലെങ്കിൽ നമുക്ക് എഴുതാം m ഡിവൈഡഡ് ബൈ ഫോഴ്സിൻ്റെ എം എൽ ടി റേസ് ടു മൈനസ് 2, വെലോസിറ്റി എൽ ടി റേസ് ടു മൈനസ് 1, എൽ ടി റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ എൽ ടി റേസ് ടു മൈനസ് 2. Only t. So it has the dimension of the time. So we call it as the relaxation time. Okay, ഇനി നമുക്ക് ഈ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊന്ന് നമുക്ക് നോക്കാം. സോ ഇഫ് there is any frictional force acting on the vibrating body, we can modify our equation. This is equal to ഒരു കാര്യം കൂടി പറയാം. ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഡി വി ബൈ ഡി ടി, അതിനെ നമുക്ക് ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ബൈ ടോ ഈക്വൽ ടു 0 അങ്ങനെയും കൂടി എഴുതാം. ഓക്കെ, നമുക്ക് എഴുതാം. So our force d square x divided by dt square, that is proportional to restoring here the restoring force is proportional to the displacement and also the proportional to the damping coefficient, that is proportional to the velocity of the particles.
ഇവിടെ നമ്മൾ മൈനസ് സി എക്സ് എന്ന് പറഞ്ഞു, ഇവിടെ മൈനസ് ഗാമ ഇൻറ്റു വി അല്ലെങ്കിൽ മൈനസ് ഗാമ ഡി എക്സ് ഡിവൈഡഡ് ബൈ ടി ടി. ഈ ഒരു രണ്ടിനെയും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഒറ്റ ഇക്വേഷനായിട്ട് എഴുതാം. എം ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ് മൈനസ് ഗാമ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. അതായത് ഈ രണ്ട് കോൺട്രിബ്യൂഷനും കൂടി ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. സോ ഇറ്റ് ഹിയർ ദിസ് ഈസ് ഓൺലി ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ഒരു വാക്വത്തിൻ്റെ കേസിൽ മാത്രമാകുമ്പോൾ, ഇപ്പം നമ്മൾ ഏതെങ്കിലും മീഡിയം അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ടേമും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം. ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ടേംസ് നമ്മൾ പഠിച്ചിരുന്നു. അതിനെ നമുക്ക് ടേംസ് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഗാമ ബൈ എം. ഗാമ ബൈ എമ്മിനെ നമുക്ക് 2k എന്ന് പറയാം. 2k കൊടുക്കുന്നത് നമ്മുടെ ഇക്വേഷൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 times കൊടുക്കുന്നത്. എനിവേ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് where k is the damping constant of the resistive medium, and this is so dx divided by dt. c by m എന്ന് പറഞ്ഞത് omega 0 square x equal to 0. അതായത് ഒമേഗ 0 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. ഒമേഗ 0 എന്ന് പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം അതിൻ്റെ നാച്ചുറൽ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾസ്, നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ഞാനൊന്ന് ഇവിടെ എഴുതാം. ഗാമ ബൈ എം ഈക്വൽ ടു 2k വേർ k is the damping constant of the resistive medium. And c by m equal to omega 0 square where omega 0 is the natural frequency of the oscillating particle. That is the frequency of the particle here in the absence of the damping force. Okay, ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്യാം. നമുക്ക് പിന്നീടും ഈ ഇക്വേഷൻ ആവശ്യം വരും. So this is the differential equation for the damped harmonic equation. Differential equation for damped harmonic oscillator or damped harmonic oscillator. Okay. ഈ ഒരു ഇക്വേഷന് നമുക്കൊരു സൊല്യൂഷനും കൂടി കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്കൊരു എക്സ് എന്ന് പറയാം. എക്സ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി. ദിസ് ഇസ് ദ പോസിബിൾ സൊല്യൂഷൻ. This is not the exact solution. Let it be the possible solution of our differential equation. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പോസിബിൾ സൊല്യൂഷനാണ്. ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഉണ്ട്. ഒരു എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞത് ടൈമുമായിട്ടുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഏതോ ഒരു വാല്യൂ ആണ്. ഹിയർ എ ആൻഡ് ആൽഫ ദേ ആർ ആർബിട്രറി കോൺസ്റ്റൻസ്. ഇത് എത്രയാണെന്നൊന്നും നമുക്കറിയില്ല, നമ്മളതൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എനിവേ ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് ടൈം. ഓക്കെ, ഇനി നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ഒന്ന് കണ്ടുപിടിക്കാം. That is equal to a alpha e raised to alpha t and d square x divided by dt square equal to a alpha square e raised to alpha t. Okay, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? d square x divided by dt square plus 2k dx divided by dt
പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. നമുക്ക് ഈ ഒരു ടേംസ് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we will get a alpha square e raised to alpha t plus 2k a alpha e raised to alpha t plus omega 0 square x എന്ന് പറഞ്ഞാൽ എന്താണ് a e raised to alpha t equal to 0. ഇനി ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. equal to root of k square minus omega 0 square. ബൈനോമിയൽ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതിയാകും. We will get alpha square 2k alpha plus omega 0 square equal to 0. ഇത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ജസ്റ്റ് ബൈനോമിയൽ ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അതായത് ഹിയർ ദിസ് ഈസ് ദ സൊല്യൂഷൻ. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതൊന്ന് ആ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദ ജനറൽ ഇക്വേഷൻ, വാട്ട് ഇസ് ദ ജനറൽ ഇക്വേഷൻ ഓഫ് ദിസ് ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, അപ്പോൾ 2 ടേം ഉണ്ട്. നമുക്ക് എനിക്ക് പകരം a1 എന്ന് കൊടുക്കാം. a1 e raised to ഫസ്റ്റത്തെ ടേം എന്തായിരുന്നു? മൈനസ് കെ പ്ലസ് root of k square minus omega 0 square into t plus a2 e raised to minus k minus root of k square minus omega 0 square into t. Okay. ഇനി നിങ്ങൾക്ക് ഒരു ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഇക്വേഷന് പല പോസിബിലിറ്റീസ് ഉണ്ട്. വേണമെങ്കിൽ കെ സ്ക്വയർ ഒമേഗ സ്ക്വയറിനേക്കാളും കൂടുതലാകാം, അതും അല്ലെങ്കിൽ കെ സ്ക്വയർ ഒമേഗ സ്ക്വയറിനേക്കാളും കുറവാകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാം. ഒരു 3 കേസസ് ഇവിടെ പോസിബിളാണ്. സോ ദിസ് ക്വാണ്ടിറ്റി ഒമേഗ കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഈസ് ഇമാജിനറി ആകാം, റിയൽ ആകാം, അല്ലെങ്കിൽ 0 ആകാം, ഡിപ്പെൻഡിങ് upon the values of k and omega 0. Where k is the damping constant, omega is the natural frequency of the oscillating particles. അതായത് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്, അതായത് മീഡിയത്തിൻ്റെ ഡാമ്പിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് നാച്ചുറൽ ഫ്രീക്വൻസിനേക്കാളും കൂടുതലാകാം, അല്ലെങ്കിൽ കുറവാകാം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആകാം. ഇനി ഈ ഒരു കേസസിലൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ നോക്കാം. സപ്പോസ് കെ ലെസ് ദാൻ ഒമേഗ 0, കെ ഇപ്പോൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഡാമ്പിങ് കുറവാണെങ്കിൽ, മീഡിയത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിനേക്കാളും കുറവാണ് ഡാമ്പിങ് എങ്കിൽ ഈ ഒരു ടേം എന്ന് പറഞ്ഞത് ഇമാജിനറി ആയിരിക്കും. കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ കുറവല്ലേ, സ്വാഭാവികമായി ഒരു നെഗറ്റീവ് സൈൻ വരും. ഈ ഒരു ടേം ഇമാജിനറി ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഓസിലേറ്ററിനെ അണ്ടർ ഡാംഡ് എന്ന് പറയാം. അണ്ടർ ഡാംഡ്. ഇനി അതേപോലെ തന്നെ കെ ഇഫ് കെ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ 0, കെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇതൊരു റിയൽ ആകും. അതേപോലെ അതിനെ നമുക്ക് ഓവർ ഡാംഡ് എന്ന് പറയാം. ഓവർ ഡാംഡ്. അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞത് കെ എന്ന് പറഞ്ഞത് ഒമേഗ 0നോട് ഈക്വൽ ആണെങ്കിൽ then the oscillator is said to be critically damped. ഓക്കെ, ഈ ഒരു 3 കണ്ടീഷനും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ കേസും എന്താണെന്ന് ഒന്ന് സ്റ്റഡി ചെയ്യാം. ആദ്യത്തെ കേസ് അണ്ടർ ഡാംഡ് കേസ്. അണ്ടർ ഡാംഡ് കേസിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കെ ഈസ് ലെസ് ദാൻ ഒമേഗ 0. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. ഒരു മൈനസ് സൈനിനെ പുറത്തെടുക്കാം. ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ റൂട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു
I into omega 0 square minus k square, where I equal to root of -1. ഇതിനെ നമുക്ക് I ഒമേഗ എന്ന് പറയാം. നേരത്തെ ഒമേഗ 0 പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ ഒമേഗ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോട്ട് ചെയ്യുക. where omega equal to root of omega 0 square minus k square. Okay, from this equation it is clear that here omega 0 is greater than omega. ഇനി ഈ ഒരു ഐ ഒമേഗ നമുക്ക് കിട്ടി. നമുക്ക് നമ്മുടെ ജനറൽ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു ഒന്നും കൂടി ഞാൻ ഇവിടെ എഴുതാം. എക്സ് ഈക്വൽ ടു a1 e raised to minus k plus root of k square minus omega 0 square into t plus a2 e raised to minus k minus root of k square minus omega square into t. ഓക്കെ, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. a1 e raised to minus k, ഈ ഒരു ടേമിന് പകരം ഐ ഒമേഗ എന്ന് നമുക്ക് എഴുതാം, പ്ലസ് ഐ ഒമേഗ ഇൻറ്റു ടി പ്ലസ് a2 e raised to minus k minus ഐ ഒമേഗ ഇൻറ്റു ടി. ഒരു ചെറിയൊരു കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യാം. ഇ റേസ് ടു മൈനസ് കെ ടീനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു a1 ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് a2 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ആ രീതിയിൽ നമുക്കിതിനൊന്ന് എഴുതി നോക്കാം. a1 cos omega t plus I sin omega t plus a2, അതായത് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ, കോസ് ഒമേഗ ടി മൈനസ് ഐ സൈൻ ഒമേഗ ടി. ഇനി ഇതിൻ്റെ കോസിൻ്റെ ടേംസ് നമുക്ക് കളക്ട് ചെയ്യാം, സൈൻ്റെ ടേംസ് നമുക്കൊന്ന് കളക്ട് ചെയ്യാം. ഇ റേസ് ടു മൈനസ് കെ ടി a1 പ്ലസ് a2 കോസ് ഒമേഗ ടി പ്ലസ് ഐ ഇൻറ്റു a1 മൈനസ് a2 സൈൻ ഒമേഗ ടി. Okay, here x being real, this a1 plus a2 and I into a1 minus a2 must be real quantities. ഇനി അതും ഒരു ഹാർമോണിക് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഈ ഇക്വേഷനെ ജസ്റ്റ് ഒരു ലെറ്റ് ദിസ് a1 plus a2 equal to a0 sin phi and a1 minus a2 equal to a0 cos phi. Okay, e raised to minus kt into a0 sin phi cos omega t plus a0 cos phi sin omega t. a0 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. sin phi cos omega t plus cos phi sin omega t. ഇതിനെ നമുക്ക് സൈൻ എ പ്ലസ് ബി എന്തായിരുന്നു? സൈൻ എ പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ആ രീതിയിൽ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു a0 e raised to minus kt sin omega t plus 5. Okay, this is the equation of the damped harmonic oscillator whose amplitude എന്തായിരുന്നു? a0 e raised to minus kt. frequency omega എന്ന് പറയുന്നത് frequency, it is the angular frequency.
where omega equal to root of omega 0 square minus k square. ഈ ഒമേഗയും ഒമേഗ സീറോയും തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത്. ഓക്കെ, സോ ഹിയർ ദി ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഒമേഗ 0 ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ, or the damped harmonic oscillator is smaller than its underdamped or undamped natural frequency omega 0. അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? A0 e raised to minus kt. It is a constant, but it is depends upon the time, e raised to minus kt. So the damped harmonic oscillator decays exponentially with time. Damped harmonic oscillator decays exponentially with respect to the time. നമുക്കൊന്ന് വരച്ച് നോക്കാം. So here the displacement, and this is the time along the x-axis and displacement along the y-axis. Here damping, here this amplitude is decreases exponentially with respect to time. Here a equal to minus a0 minus kt. ഓക്കെ, ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് നമ്മളിപ്പോൾ അണ്ടർ ഡാംഡ് പഠിച്ചു. അതേപോലെ തന്നെ ഓവർ ഡാംഡിൻ്റെ കേസും കൊടുത്ത് നോക്കാം. ഓവർ ഡാംഡിൻ്റെ കേസിൽ എന്തായിരുന്നു? കെ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ 0. സോ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഈസ് റിയൽ ക്വാണ്ടിറ്റി. റിയൽ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്കറിയില്ല, നമ്മളതിനെ ബീറ്റ എന്ന് വിളിച്ചു. Obviously here beta is less than k, or it is evident that k is greater than beta. So we can rewrite our equation a1 e raised to minus k minus beta into t plus a2 e raised to minus k plus beta into t. ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്താൽ മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഓസിലേഷൻ. ഇവിടെ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഓസിലേറ്റർ, അതായത് ഒരു the displacement dies off exponentially with time, changing the direction. There is no oscillation. ഒരു സൈൻ്റെ ടേം ഒരു കോസിൻ്റെ ടേം ഒന്നും കാണിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് there is no oscillatory motion. So the motion is said to be overdamped, അല്ലെങ്കിൽ aperiodic, അല്ലെങ്കിൽ dead beat. Okay, aperiodic അല്ലെങ്കിൽ dead beat. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംഡ് കേസാണ്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ക്രിട്ടിക്കലി ഡാംഡ് കേസ്. Critically damped case. Here k equal to omega 0. That is here k square minus omega square, that is equal to 0. ഇനി ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. That is equal to a1 plus a2 e raised to minus kt. കുറച്ച് ഇത് a1 കോൺസ്റ്റൻ്റ് ആണ്, a2 കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് മറ്റൊരു കോൺസ്റ്റൻ്റ് c കൊടുത്തു, e raised to minus kt, where c is equal to a1 plus a2. So this solution contains only one arbitrary constant c, so it does not form a solution of the second order differential equations. So we can draw here time along the x-axis and displacement along the y-axis. So this is the critically damped. So these are the, this is so over damped. Here this is critically damped.
there is no oscillations.